ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുന്ന പ്രധാന ചർച്ചാ വിഷയമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ പ്രതിഷേധ സംഗമ ഭൂമിയായ ജന്തർ മന്ദറിൽ അവർ തുടങ്ങി വെച്ച ഒരു പ്രതിഷേധമുണ്ട്. അതായത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരം. അത് കഴിഞ്ഞ ഒരു മാസമായിട്ട് രാജ്യം മുഴുവൻ അതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാനും KJ ജേക്കബുമാണ് സംസാരിക്കുന്നത്. ഇപ്പം ജേക്കബ്, ഇന്നിപ്പം നമ്മുടെ ഏറ്റവും ഈ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത്, ഇന്ന് സമരത്തിൻ്റെ CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം CJPയുടെ നേതാക്കൾ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് കേന്ദ്ര മാനവ വിഭവശേഷി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന് പറയുന്നത് അതിൽ കവിഞ്ഞ ഒരു ചർച്ചയല്ല, അതാണ് പ്രധാന ഡിമാൻഡ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ അവർ പറഞ്ഞത് കേന്ദ്ര സർക്കാർ രണ്ട് കാര്യങ്ങളിൽ, അതായത് അവരുടെ മറ്റ് പ്രധാന 3 ഡിമാൻഡുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മന്ത്രിയുടെ രാജി. 2, ഈ യുവാക്കൾക്കെതിരെ അല്ലെങ്കിൽ യുവാക്കൾക്കെതിരെ എടുത്ത കേസുകൾ മുഴുവൻ പിൻവലിക്കുക. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. ഈ അവസാനം പറഞ്ഞ 2 കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ഏതാണ്ട് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നും, മറ്റു കാര്യം കൂടുതൽ ചർച്ചയും ആലോചനയും വേണ്ടതാണെന്നുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ വീണ്ടും ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നലെ രാത്രി വളരെ നാടകീയമായ നിലയിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. സോണം വാങ്ചുക്ക് അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കാണിച്ച ഇൻഡിഫറൻസിൽ നിന്നും അവർക്ക് ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഇത് വളർന്നു വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസത്തെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഇത് ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു സ്പേസിൽ മാത്രമായിട്ട് നിൽക്കുന്നതിന് പകരം രാജ്യവ്യാപകമായിട്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ട് ചെറിയ തോതിലെങ്കിലും വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് ജേക്കബ് ഇതിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്നത്? ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ കാണുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ലാസ്റ്റ് 12 മണി 1 മണിയോട് കൂടിയാണ്. അപ്പോൾ അന്നേരം തുടങ്ങി നമ്മൾ കാണുന്ന ഒരു കഥകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതോടുകൂടി സമരം തീർന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ ആ സമരം അദ്ദേഹം നിർത്തിയതിൽ സന്തോഷിക്കുന്ന ആളാണ്. കാരണം അവിടെ കിടന്ന് മരിച്ചു പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല. ദേ ഡോണ്ട് കെയർ. അപ്പോൾ അത് ഈ 2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷനുകളായിരുന്നു. അതായത് ഈ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതും കുട്ടികളുടെ പുറത്ത് കേസില്ലാതിരിക്കുക എന്നുള്ളതും. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെ UAPA അടക്കം രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും റിഗറസ് ആയിട്ടുള്ള നിയമങ്ങൾ ഈ കുട്ടികൾക്കെതിരെ പ്രയോഗിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കലാപരിപാടിയായിരുന്നു. അത് നടക്കില്ല എന്നുള്ള അവരൊരു ഉറപ്പ് ശ്രീ സോനം വാങ്ചുക്കിൻ്റെ വകയുമുണ്ട്. ഇപ്പം CJPയോട് അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അവരുടെ മുമ്പിലും രാജ്യത്തിന് മുമ്പിലുള്ള ഏറ്റവും വളരെ സോളിഡായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത് ശ്രീ പ്രധാൻ്റെ രാജിയാണ്. അതിലേക്ക് ചുരുങ്ങാൻ വേണ്ടി പറ്റി. ഇനിയിപ്പോൾ അതിൽ 2 തീരുമാനം എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകിൽ ശ്രീ പ്രധാൻ രാജിവെക്കുന്നു, അല്ലെങ്കിൽ രാജിവെക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമോർഫസ് ആയിട്ടല്ല, കാര്യങ്ങൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. രാജി അല്ലെങ്കിൽ രാജിയില്ല എന്നുള്ളത് എനിക്കൊന്ന് 2 കൂട്ടർക്കും നല്ലതാണത്. കാരണം അത് ഒന്നുകിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റും. അപ്പം മറ്റ് കാര്യങ്ങൾക്ക് ശ്രീ പ്രധാനം അങ്ങ് രാജിവെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ അങ്ങ് തീരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് തീരും. അവർക്ക് സമരം ചെയ്യാൻ പോയപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു. ഇനിയിപ്പോൾ എന്തുകൊണ്ട് പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് കോക്രോച്ച് ജനതാ പാർട്ടിയും ഇയാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്ത് മുഴുവൻ സമരം ചെയ്യുന്ന SFIക്കാരും ഐസാക്കാരും AISFകാരും ഒക്കെ അവർ വിശദീകരിക്കേണ്ടി വരും. അവർ ആ കാര്യം നാട്ടുകാരോട് വിശദീകരിക്കുമ്പോഴാണ് എന്താണ് എന്തുകൊണ്ട് പ്രധാൻ രാജിവെക്കണം എന്നുള്ള കാര്യം വരുന്നത്. അപ്പോൾ എന്താണ് ഈ NTA എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിക്ക് താഴെയുള്ള NTA എന്ന് പറഞ്ഞ ഏജൻസി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണത് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തോട് ഇത്ര കാഷ്വലായിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ
2017 NTA നിലവിൽ വരുന്നത്. ഇപ്പോൾ 9 വർഷമായി. ആ 9 വർഷത്തിനുള്ളിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി എന്ന് മാത്രമല്ല, നമ്മളതിനെ കാണേണ്ടത്, ഈ പ്രശ്നങ്ങളുണ്ടാവും. ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് ഇതുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് ഓരോ പ്രാവശ്യവും മെച്ചപ്പെട്ട രീതിയിൽ പരീക്ഷ നടത്തുന്ന രീതിയിലേക്കല്ല ആ ഏജൻസി പോയിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും വഷളായി വരികയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ രാജ്യത്ത്, എനിക്ക് തോന്നുന്നു BJPയുടെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള മനുഷ്യർ നോക്കിയിരിക്കുന്ന ഒരു പരീക്ഷ പോലും വൃത്തിയായിട്ട് നടത്താൻ പറ്റാത്ത വിധത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്കനിങ് അവിടെ വന്നിട്ടുണ്ട്. ഇത് മനുഷ്യരോട് വിശദീകരിക്കുമ്പം അതിൻ്റെ കൂടെ അതിൻ്റെ പൊളിറ്റിക്സ് കൂടെ വിശദീകരിക്കേണ്ടി വരും. വിദ്യാഭ്യാസം എങ്ങനെയാണ് പിന്നെ ഒരു കച്ചവട ചരക്കായി മാറിക്കൊണ്ടിരിക്കുന്നത്, അത് എങ്ങനെയാണ് RSS BJPയുടെ കണ്ണിലൊരു പ്രധാനപ്പെട്ട വിഷയമാകാതെ വരുന്നത് എന്നുള്ള ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ട് കൂട്ടർക്കും, അത് സർക്കാരും വിശദീകരിക്കേണ്ടി വരും, ഈ പ്രക്ഷോഭകരും വിശദീകരിക്കേണ്ടി വരും, നമ്മളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്കും. ഇത് മനുഷ്യരോട് പറയാൻ പറ്റുന്ന ഒരു സോളിഡ് പ്ലാറ്റ്ഫോം ഇപ്പം ബാക്കിയായിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. കുട്ടികൾക്ക് നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മരിച്ചുപോയ മനുഷ്യരെ കാണുമ്പോൾ, അപ്പോൾ അതിൽ അവരിൽ പലരും അവരുടെ പേരൻസും അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും ഒക്കെ ഈ ജന്തർ മന്ദറിലുണ്ട്. അവരുടെ പലരുടെയും ഇൻ്റർവ്യൂകൾ നമുക്കിപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ പരീക്ഷ, ഒരു പയ്യൻ, എൻ്റെ അനിയനാണ് മരിച്ചത്, കഴിഞ്ഞ മാസം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആദ്യത്തെ പരീക്ഷ അനുസരിച്ചാണ്, അവൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി, അന്ന് അവനത് കിട്ടിയില്ല. ഇപ്പോഴത്തെ പരീക്ഷ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കിംഗ് വെച്ചിട്ടാണ് അവന് MBBS കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും അവന് അത് പോയതോടുകൂടി അവന് യാതൊരു പ്രതീക്ഷയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ അത് നമ്മുടെ മിഡിൽ ക്ലാസ്സിനുണ്ടാകുന്ന വലിയൊരു കൂട്ടം മനുഷ്യരുടെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നം, അത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ പ്രതി ഒരൊറ്റ കരിയർ പ്രതീക്ഷ സ്വപ്നം, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അല്ല, അതിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, പ്രധാനം എന്ന് പറയുന്നത് വ്യക്തി രാജിവെക്കുക എന്നുള്ളതല്ല, ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണ്, പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി. കാരണം ഈ ഇപ്പോൾ ജേക്കബ് പറഞ്ഞ പോലെ 9 വർഷമായി ഏജൻസി രൂപീകരിച്ചു വന്നിട്ട്, അത് രൂപീകരിക്കുന്നത് തന്നെ മറ്റ് ഏജൻസികൾ നടത്തുമ്പോഴത്തേക്കുള്ള ചില വീക്ക്നെസ്സുകളും പ്രശ്നങ്ങളും പരിഹരിക്കാനെന്നുള്ള നിലയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നും അത്തരം ലൂപ്പ് ഹോൾസ് എങ്ങനെ കവർ ചെയ്യാമെന്നും ഒക്കെയുള്ള ആലോചനയുടെ ഭാഗമായിട്ടായിരിക്കണം ഈ ഏജൻസി വരേണ്ടത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയായിരുന്നു നമ്മളെ വിശ്വസിപ്പിച്ചിരുന്നത് എന്ന് മാത്രമല്ല, അതിനേക്കാൾ മോശമായ നിലയിൽ നിരുത്തരവാദപരമായ നിലയിൽ നടത്തുന്ന ഒരു ഏജൻസി വന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗത്താണ് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചർച്ച തുടങ്ങണം. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ ഒരു ഉത്തരവാദി? അത് ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ളതല്ല, ആ സിസ്റ്റത്തിനകത്ത് വരുന്നൊരു ഫെയിലിയറിനെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും? ഞാനിതിൻ്റെ NTA സ്ട്രക്ചർ നോക്കി. അതിൻ്റെ ഗവേണിംഗ് കൗൺസിലുള്ളത് ഒരു ഡയറക്ടർ ജനറൽ, ഒരു IAS ഉദ്യോഗസ്ഥൻ ഒഴികെ ബാക്കി മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ളതെല്ലാം IITകളുടെ ഡയറക്ടർമാർ, NITകളുടെ ഡയറക്ടർ, ഇത്തരം മനുഷ്യരാണ്. അവരുടെ പണി വേറെയുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ പുറത്തൊരു ഗുണപരമായ വ്യത്യാസം ഉണ്ടാക്കാൻ, കോൺട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി പറ്റുന്ന ആളുകളല്ല. അതിനു വേണ്ടിയിട്ടുള്ള ഫുൾ ടൈം എഫർട്ട് അതിൻ്റെ അത് നടക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ മതി എന്നുള്ള ഒരു തോന്നലാണ് അവർക്കുണ്ടായിരുന്നത്. എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം, ഇപ്പം നമ്മുടെ നാട്ടിലൊരു SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നാൽ നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പദവിയിൽ തുടരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു ജനാധിപത്യത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ ഈ മുഴുവൻ രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിക്കുകയാണ്. ആ ഓരോ മന്ത്രാലയത്തിൻ്റെയും അതെങ്ങനെ നടത്തണം, അത് മാത്രമല്ല നമ്മളതിന് ഹ്യൂജ് ബ്യൂറോക്രസി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ ഈ ഓരോ പരീക്ഷ എഴുതുന്ന കുട്ടി വലിയ പൈസ കൊടുത്തിട്ടും കൂടിയാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പം അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വിദ്യാഭ്യാസ മന്ത്രിയെ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാട്ട് എവർ ഇറ്റ് ടേക്സ്, ആ പരീക്ഷകൾ വൃത്തിയായിട്ട് നടക്കുക എന്ന് എന്ത് ചെയ്യണമോ അത് ചെയ്യണം. അത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ, ആ ഏജൻസിയെ വീക്കൻ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരു പരീക്ഷയല്ല. ഈ വർഷം നോക്കി, ഈ വർഷം നടക്കുന്ന 2024 ഇതുപോലെ തന്നെ ഒരു ലീക്കേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു സ്ഥലത്തൊരു ചോദ്യം ഉണ്ടായി. പിന്നെ അത് പലയിടത്തോട്ട് പോയി. നമ്മൾ കണ്ടാണ് സുപ്രീം കോടതി വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് വാദം കേൾക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തോ പുതിയ നിയമം കൊണ്ടുവരും. അതെ, ഇന്നത്തെ വേറൊരു പ്രധാന ഡെവലപ്മെൻറ്റ് അതാണ്. ഇന്നിപ്പം അതായത് നാളെ തിങ്കളാഴ്ചയുടെ പാർലമെൻറ്റിൽ അവർ പുതിയ, അതായത് പരീക്ഷാ ക്രമക്കേട്
ക്രമക്കേടുകളെ ഇത് ചെയ്യുന്നതിന്. അപ്പം ഇത് ഇപ്പം കേട്ടിടത്തോളം പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റിയിട്ട് 10 വർഷം വരെ തടവ് ശിക്ഷ. 10 വർഷം ഇപ്പോൾ ഉണ്ട്. അല്ല, നേരത്തെ ഉള്ള ബില്ലിൽ 5 വർഷമായിരുന്നു. 10 വർഷം വരെ തടവ് ശിക്ഷ. നേരത്തെ ഉള്ള ബില്ലിൽ പറഞ്ഞിരുന്ന 1 കോടി എന്ന് പറഞ്ഞാൽ അത് 10 കോടി രൂപ പിഴ. അപ്പം ഇപ്പോഴും നമ്മൾ ഒരു പ്രധാന വിഷയം ഇതിൽ ഞാൻ കാണുന്നത് ഇവർ എന്താണ് ശിക്ഷണ നടപടികൾ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു നടപടിയാണ്. കാരണം ശിക്ഷണ നടപടി അല്ല ഇതിനകത്തുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അത് പിന്നെ ശിക്ഷ കൊടുത്തുകൊണ്ടെന്നുള്ള കാര്യം ഇതിന് വേണ്ടിയുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ IIT-കളിൽ 60-കളിൽ IIT-കൾ തുടങ്ങിയതോടെ ഇന്ന് വരെ നമ്മൾ IIT-യുടെ ഒരു പരീക്ഷയെക്കുറിച്ച് നമ്മൾ ഒരു പരാതി കേട്ടിട്ടില്ല. ആ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. UPSC പരീക്ഷകൾ നമ്മൾ ഇന്ന് വരെ ഒരു പരാതി കേട്ടിട്ടില്ല. ഞാൻ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ IIT പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 2 വർഷം 3 വർഷം കൂടുമ്പോൾ അവർ അതിൻ്റെ പാറ്റേൺ തന്നെ മാറ്റിക്കളയും. കാരണം അത്രയധികം ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവർക്ക് ദേ ആർ വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് എക്സാമിനേഷൻ ആൻഡ് എക്സാമിനേഷൻ സിസ്റ്റം. അവർക്ക് വേണ്ട ഏത് തരത്തിലുള്ള കുട്ടികൾ കിട്ടണമെന്നുണ്ടോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ അവർ വരുത്താൻ മാത്രം അവർ ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ പിന്നെ UPSC-യെക്കുറിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരീക്ഷയെക്കുറിച്ച് ഒരു പരാതി കേട്ടാൽ അത് വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം UPSC-ക്കുണ്ട്. ഒരു പരീക്ഷകനെക്കുറിച്ച്, ഒരു ഇൻ്റർവ്യൂവറെക്കുറിച്ച് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം വരെ പോകുന്നൊരു സംവിധാനം UPSC-ക്കുണ്ട്. നമ്മൾ ശ്രീ മോദി സ്ഥിരം ചീത്ത പറയുന്ന നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇതൊക്കെ. അത് വളരെ കൃത്യമായി അവർ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ലൂപ്പ് ഹോൾസ് വരാൻ സാധ്യതയുള്ളപ്പം, ലൂപ്പ് ഹോൾസ് ഉള്ളപ്പോഴും പരാതി ഉള്ളപ്പോഴും ഒക്കെ ഇതിങ്ങനെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്കിവിടെ NDA-യിൽ ഇല്ലാണ്ടായി പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയേണ്ട ഉദ്ദേശം അതിൽ ശിക്ഷ, അതിൽ പക്ഷേ ആരെങ്കിലും ചോദ്യപേപ്പർ ചോർത്തിയാൽ ശിക്ഷ, അതാണ് നേരത്തെ ഉണ്ടായിരുന്നതിനൊക്കെ ആ കുറ്റത്തിൻ്റെ മാനം തന്നെ മാറ്റി വലിയ തടവ് ശിക്ഷയും വലിയ പിഴശിക്ഷയും കൊടുത്തിട്ടും ഇപ്രാവശ്യം എന്താണ് സംഭവിച്ചത്? ഇപ്രാവശ്യവും ചോർന്നു. മാത്രമല്ല പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ട വിധത്തിലേക്ക് വന്നു. അപ്പോൾ ശിക്ഷണ നടപടികൾ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യമായിട്ടും ഇവർ ഇതിലേക്ക് തന്നെ പോകുന്നതിൻ്റെ അർത്ഥം ഇവർക്ക് ഈ പ്രശ്നം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവർ ഈ പറയുന്ന ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഭയങ്കരമായിട്ടുള്ള ഒരുതരം കേന്ദ്രീകരണമാണ്. ആ കേന്ദ്രീകരണത്തിൻ്റെ ആ ഭാഗമാണ്. അത് കാരണം വിദ്യാഭ്യാസം ഒരു പ്രത്യേക പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള സർവകലാശാലകൾ പോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അക്കാഡമിക് എക്സസൈസ് അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ളതും ശൈക്ഷണികമായിട്ടുള്ള ഒരു ഫ്രീ എക്സ്ചേഞ്ചിനുമുള്ള ഒരു വേദി എന്നുള്ളത് മാറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള നാരോ ആയിട്ടുള്ള വളരെ ഇടുങ്ങിയ ചില രാഷ്ട്രീയ ചിന്താഗതികളും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്ന ഒരു ഇതുണ്ട്. ആ വിഷൻ വെച്ചിട്ടാണ് ഇവർ ഇതുപോലുള്ളൊരു ഏജൻസിയെ രൂപീകരിച്ചതെന്ന് തോന്നുന്നു. കാരണം ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ മുഴുവനായിട്ട് ഒരു സിംഗിൾ ഇതായിട്ടുള്ള ടെസ്റ്റ് കൊണ്ടുവരാനുള്ള ശ്രമം, ഇങ്ങനെ നിരവധി സാധനങ്ങൾ ഇവർ എടുത്തിട്ടുള്ള സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമോ ഗവേഷണത്തിൻ്റെ ഗുണനിലവാരമോ ഉയർത്തുന്നതിന് പകരമായിട്ട് വളരെ സെക്ടേറിയനായിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഐഡിയാസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേദികളാക്കി സർവകലാശാലകളെയും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാറ്റുകയാണ്. അപ്പോൾ നാളെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന് പറഞ്ഞെങ്കിൽ വിദ്യാർത്ഥികളുടെ സമരത്തെ അല്ലെങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിച്ച സമരത്തിൻ്റെയൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ആണ് അതെന്ന് പറയുന്നതിൽ ആയിരിക്കും. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. നമ്മളത് ഇപ്പം നമ്മൾ UGC ചാർട്ടറിൽ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം വരുന്ന ലിസ്റ്റിൽ വരുമ്പോൾ വിദ്യാഭ്യാസം ഒറിജിനലി സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, അത് കഴിഞ്ഞത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ UGCയുടെ ചാർട്ടറിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണ നിലവാരം ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് UGC. അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനില്ല. UGC എന്ന് പറയുന്നൊരു ഫണ്ടിങ് ഏജൻസി ആയിട്ടാണ് വിഭാവന ചെയ്തത്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ വെച്ചിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്ന മുഴുവൻ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ആരാണ് നിയമിക്കുന്നത്?
ഗവർണറാണ് നിയമിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് അത് മുഴുവൻ പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഇത് ഇപ്പോൾ ഈ നീറ്റിൻ്റെ കാര്യം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നീറ്റ് ഇത് ശരിക്കും പറയാം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഉറച്ചതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു പ്രശ്നമുണ്ടായി 2017 ആദ്യം നീറ്റ് വരുമ്പം അതിലുണ്ടായിരുന്ന ഒരു സൗകര്യം എന്നുള്ളത് ഈ കുട്ടികൾക്ക് പല സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ അനിത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, അവൾക്ക് 100% അടുത്ത് മാർക്കുണ്ട് ബോർഡ് എക്സാമിനേഷന്. MBBS അവൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. കാരണം അവൾ ഷീ കുഡന്റ് അഫോർഡ് കോച്ചിങ് പ്രോഗ്രാം. അതുകൊണ്ട് അവൾ ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. തമിഴ്നാട്ടിൽ സൂയിസൈഡ് നടക്കാറുണ്ട്. ഈ NTA ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ സൂയിസൈഡ് ഇപ്പം ഞങ്ങളുടെ പത്രം ഒരു കാരണവശാലും അത്തരം വാർത്തകൾ 1-ാം പേജിൽ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നടക്കും. പക്ഷേ അന്ന് തുടങ്ങി ഈ വിദ്യാഭ്യാസത്തിൻ്റെ സെൻട്രലൈസേഷൻ എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ പല രൂപത്തിൽ ഇപ്പോൾ PM-ശ്രീ വരുമ്പോഴും മറ്റേ SSK വരുമ്പോഴും ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പം ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എന്നുള്ളത് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അടിച്ച് അമർത്തുക എന്നുള്ളതാണ്. അയാൾ കേരളത്തിലുണ്ടായതുപോലെ തന്നെ കേരളത്തിൽ PM-ശ്രീ വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന മറ്റേ സർവശിക്ഷ അഭയാൻ്റെ പണം തടഞ്ഞു വെച്ചു. തമിഴ്നാട്ടിലും തടഞ്ഞു വെച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി. ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വ അജണ്ട എങ്ങനെ പുഷ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും വിജയകരമായി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധയിൽ ഈ NTA ഒന്നും പെട്ടിട്ടുണ്ടായില്ല. ഈ എൻട്രൻസ് എക്സാമിനേഷൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വൺസ് ദിസ് മാൻ ഗോസ് പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതല്ല, പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങാൻ പോകുന്നത്. നമുക്കത് ഇനി എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ പോയി, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ച അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഭരണഘടനയൊക്കെ എടുത്ത് മനുഷ്യരുടെ മുമ്പിലേക്ക് വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ നിരന്തരം ചർച്ച കൊണ്ട് ഇതുവരെ കാര്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഗവർണർമാർ ഭരണഘടനയിൽ ഒരിക്കലും കൊടുക്കാത്ത, ഭരണഘടന എൻവിസാജ് ചെയ്യാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഭരണത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് നിയമം പാസ്സാക്കാനുള്ള നിയമസഭകളുടെ അവകാശത്തെ എങ്ങനെയാണ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നത്. ഇങ്ങനെ ലാർജർ ക്വസ്റ്റ്യനിലേക്ക് വരേണ്ടതുണ്ട്. നമ്മളിപ്പം പ്രധാൻ്റെ രാജി എന്നുള്ളത് സാധാരണഗതിയിലും ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സെറ്റ് ബാക്കാണ്. പക്ഷേ അവരതുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല എന്നുള്ളത് പിന്നെ കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് പോകാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ നഷ്ടം ഉണ്ടായുമില്ല. അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായി. ആ ചർച്ചയെ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന എൻവിസാജ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്കും ഇത്തരം ചില സൂത്രപ്പണികളിൽ കൂടി അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദുരുപയോഗത്തിൽ കൂടി ദുർവ്യാഖ്യാനത്തിൽ കൂടി ഇവർ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അത് CJPക്ക് മാത്രമല്ല, അത് ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കോൺഗ്രസിനുണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പലതും റൂട്ട് അവരിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്വം വരാൻ വേണ്ടി പോകുന്ന ഇടതു പാർട്ടികളുടെ പുറത്താണ്. അത് എത്രത്തോളം ഇന്ത്യ സഖ്യത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി പറ്റും, അതെങ്ങനെ മനുഷ്യർക്ക് ചർച്ചയാക്കാൻ വേണ്ടി പറ്റും, അതിലേക്ക് ആം ആദ്മി പാർട്ടിയും കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷത്തുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഈ അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യം നേരിടുന്ന ഈ ഒരു പ്രശ്നം, അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായി മറ്റുള്ള എല്ലാ ഭരണഘടനാ നിയമ വ്യവസ്ഥകളെയും ഏകോപിപ്പിക്കാനുള്ള ആ ശ്രമത്തെ എങ്ങനെ മനുഷ്യരെ കൂട്ടി നിന്ന് ചെറുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ 3 പോപ്പുലർ സമരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് 3ഉം ഈ BJPയുടെ ഒരു അധികാരത്തിനെയും മറ്റതിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള സമരങ്ങളുണ്ടായി. ഒന്ന് ആദ്യം വന്നത് ഷഹീൻബാഗ് സമരമാണ്, CAA-ക്കെതിരെയുള്ള സമരം. അത് കഴിഞ്ഞിട്ടുള്ളത് കർഷക സമരം. ഇപ്പം അതുപോലെ വന്നിട്ടുള്ളതാണ് ഈ വിദ്യാർത്ഥികളുടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പേരുള്ള വിദ്യാർത്ഥികളുടെ സമരം. ഈ മറ്റ് 2 സമരങ്ങളിൽ നിന്ന് ഇതിന് ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റു 2 സമരങ്ങളും ചില സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിമാൻഡായിരുന്നു. കർഷകരുടെ എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഒരു ഡിമാൻഡ്, മറ്റേ ഷഹീൻബാഗ് സമരം ഏതാണ്ട് CAയുടെ ഒരു മുസ്ലിം പ്രശ്നം. ഈ 2 രീതിയിലുള്ള ഒരു നറേറ്റീവ് BJPയുടെ എന്താ പറയുന്ന നറേറ്റീവ് ടൂൾ കിറ്റിന് ഒരുമാതിരി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമരങ്ങളായിരുന്നു. പക്ഷേ ഈ സമരം വന്നത് അതിൻ്റെ ഏറ്റവും എന്താണ് BJP പോലും ഇതിനെ തിരിച്ചറിയാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് തുടങ്ങുന്നത്.
അപ്പം ഇത് വേറൊരർത്ഥത്തിൽ പിന്നെ ഇത് മാത്രമല്ല, നേരത്തെ ജേക്കബ് സൂചിപ്പിച്ച പോലെ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഏറ്റവും അധികം പിന്തുണ കൊടുത്തിരുന്ന ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അവരുടെ ആ സാമൂഹ്യ വിഭാഗത്തിൻ്റെ ആണ് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കുട്ടികളാണ്, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ കുട്ടികളാണ് ഈ പറയുന്ന ഈ സമരത്തിൻ്റെ മുന്നിൽ ഇന്ന് നിൽക്കുന്നത്. ആരോ നല്ലൊരു കമൻറ്റ് എഴുതിയിരുന്നു, വാട്സപ്പാണ് മോദിയെ ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ജനറേഷൻ മോഡിക്കെതിരെ മാറുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനാണ് പൊളിറ്റിക്കലി വളരെ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗെയിം, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ ഏതെല്ലാം രീതിയിൽ വരും. അപ്പം നേരത്തെ ജേക്കബ് സൂചിപ്പിച്ച പോലെ ഇതിന് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ കുറിച്ചിട്ടുള്ള ചർച്ചയുണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, ഈ BJPയുടെ ഒരു ഓറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BJPയുടെ ഒരു മിസ്റ്റിക് എന്ന് പറയുന്നത്, അതിങ്ങനെ 1 by 1 ആയിട്ട് ഇതായിട്ട് വരികയാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ സമരത്തിൻ്റെ ഈ കാര്യം മാത്രമല്ല, സാമ്പത്തിക മേഖലയിലുള്ള BJPയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിദേശ നയത്തിൻ്റെ കാര്യത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിൽ ഇപ്പം പുതിയൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ BJP ഫേസ് ചെയ്യുന്നൊരു പോളി ക്രൈസിസ് മൊമെൻ്റാണ്. മൾട്ടിപ്പിൾ ക്രൈസിസുകൾ പല മൊമെൻറ്റിലും വരെയാണ്. ഇവർക്ക് എവിടെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവർക്ക് പറ്റുന്നില്ല. ഇവർക്ക് സേതു നേരത്തെ പറഞ്ഞ പോലെ 2 പ്രശ്നങ്ങൾ, അതായത് പിന്നെ പൗരത്വ പ്രശ്നം അവരൊരു മുസ്ലിം പ്രശ്നമാക്കി റെഡ്യൂസ് ചെയ്യാൻ അവർക്ക് വലിയ തോതിൽ പറ്റിയിട്ടുണ്ട്. കാർഷിക ബില്ലുകൾ അവർ പിൻവലിക്കുകയും ചെയ്തു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ മുസ്ലിം പിന്നെ വിഷയങ്ങളും പഞ്ചാബിലെ കൃഷിക്കാരുടെ വിഷയത്തെ അവർ ഖലിസ്ഥാനികളുടെ ഭാഗമാണ്. ഈ കുട്ടികൾക്കത് പുല്ലുവിലയാണ്. ഇപ്പോൾ അവർ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിച്ചാൽ അത് നിങ്ങളുടെ മതം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അർണബ് ഗോസ്വാമിയുടെ അദ്ദേഹം പഴയ സാധനങ്ങൾ ഹീസ് എ ട്രൈറ്റർ, ഹീസ് എൻ ആൻറ്റി നാഷണൽ, ഹീസ് എ ലിഞ്ചർ, ഇങ്ങനെ ഈ അഡ്ജക്റ്റീവ്സുകൾ എടുത്ത് വെച്ച് വീശുകയാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇപ്പം ഈവൻ രാഹുൽ ഗാന്ധി പോലും ഒന്ന് ഞെട്ടിപ്പോവും. ചൈനീസ് ചാരൻ, ചൈന MA ബേബി, പിന്നെ ഈ കുട്ടികളെ കണ്ടതിന് ശേഷം ചൈന എംബസിയിൽ പോയി അതിൻ്റെ പുറകെ നടന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കോ MA ബേബിക്കോ ഇല്ലാത്ത ഒരു സൗകര്യം ഈ പിള്ളേർക്കുണ്ട്. ആഹാ എന്നുള്ള മട്ടിൽ അത് കൊള്ളാമല്ലോ എന്നുള്ള മട്ടിൽ റെസ്പോൺസ് നടത്താൻ ഇവർക്ക് യാതൊരു മടിയില്ല. അവർക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കണ്ടതെന്ന് വെച്ചാൽ കേരളത്തിലൊരു കുട്ടി പിന്നെ രാജ്യദ്രോഹി എന്ന് പറയുന്നത് നിൻ്റെ തന്തയാണ്, പിന്നെ തീവ്രവാദി എന്ന് പറയുന്നത് നിൻ്റെ ബാക്കിയുള്ള തന്തമാരാണ് എന്നുള്ള മട്ടിലുള്ള റിയാക്ഷൻ. അപ്പം ഞാനതിനെക്കുറിച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് വന്നത്, നിങ്ങൾക്കൊക്കെ എത്രമാത്രം വാക്കുകൾ, എനിക്ക് 1500 വാക്കിലാണ് ഈ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ നോക്കി ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഇങ്ങനെ വളരെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ തന്തയാണെന്നുള്ള ഒരൊറ്റ വാചകത്തിൽ അവരാ കേസ് ക്ലോസ് ചെയ്തു. ഇവിടെ കിടന്ന് ബഹളം വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അർണബ് ഗോസ്വാമിക്ക് എന്ത് ചീത്ത വേണം വിളിക്കുക. ഞാൻ നോക്കുമ്പോൾ അർണബ് ഗോസ്വാമിയുടെ പോസ്റ്റിൻ്റെ അടിയിൽ, നരേന്ദ്രമോദിയുടെ പോസ്റ്റിൻ്റെ അടിയിൽ, സംബിത് പത്രയുടെ പോസ്റ്റിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ കാണുന്ന ഇവരൊക്കെ ഈ ഹോയ് ഹോയ് വിളിക്കുന്ന ആൾക്കാർ വന്നിട്ട് വളരെ റേഷണലായിട്ട് പോലും നിങ്ങൾ ആ കുട്ടികൾ പറയുന്നത് കേൾക്കൂ, ആ ഭാഗം കൂടി കേൾക്കൂ എന്ന് ഉറപ്പിച്ച് പറയുന്ന മനുഷ്യരെ കാണുകയാണ്. അത് അവിടെയാണ് BJPക്ക് ഒരു നഷ്ടം വരാൻ വേണ്ടി പോകുന്നത്. ഈ കുട്ടികളുടെ പ്രശ്നം എന്നുള്ളത് ഇത് അക്രോസ് ഇന്ത്യയാണ്. എന്ന് മാത്രമല്ല, ഇത് പലപ്പോഴും ഇപ്പോൾ മെഡിസിൻ എന്ന് പറയുന്ന ഈ NTA നടത്തുന്ന പരീക്ഷകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം ഈ IIT-G ആയാലും ഇതായാലും UGC നെറ്റ് ആയാലും ഇത് പിന്നെ പ്രധാൻ കുളവാക്കിയ പ്രധാൻ്റെ CBSE കുളവാക്കിയ 12ാം ക്ലാസ്സിലെ റീവാലുവേഷൻ ആയാലും മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരന് മുമ്പോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി ഇത് മുഴുവൻ എലമെന്റ്സ് മുഴുവൻ ഉള്ളത് അവിടെയാണ്. അപ്പോൾ അതിന്റെ കടയിലാണ് കത്തി വെച്ചു എന്ന് പറഞ്ഞത്. ഇപ്പോൾ CBSE പരീക്ഷയുടെ റീവാലുവേഷൻ കുട്ടികൾക്ക് 200 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന കുട്ടിക്ക് 33 മാർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട്. ഇത് അപ്പോൾ കുട്ടികൾ തന്നെ ചെന്ന് അന്വേഷിക്കുന്നു ഇതെന്താ സംഭവിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ പുറകിൽ നടന്നത് മുഴുവൻ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. 2019 ഏകദേശം ഇതേപോലത്തെ കാര്യം നടത്തിയ അതേ ഏജൻസിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് അവർ സ്റ്റക്കാണ്. ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടി സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിൽ ഇത് ലോകത്തിലെ സോഫ്റ്റ്വെയറിൻ്റെ ക്യാപിറ്റലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നാട്ടിൽ ഒരു സിമ്പിൾ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഏറ്റവും ഭയങ്കര ഫലിതമെന്നല്ല, വേറൊരു തരത്തിലൊരു ഇതായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഈ +2 ഇത് നടക്കുമ്പോഴത്തേക്ക് ചൈനയിലെ
ഈ നമ്മുടെ ഇതുപോലെ എൻട്രൻസ് പോലുള്ളതുണ്ട്. അതിന് 1 കോടി വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഇത് ചെയ്യുന്നത് ചൈനയിലെ ഹയർ എഡ്യൂക്കേഷൻ. അപ്പം അത് വളരെ സക്സസ്ഫുള്ളായി ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് ചൈനയിലെ ഗ്ലോബൽ ടൈംസിലൊരു വാർത്തയുണ്ടായി. അപ്പോൾ അതിനെ എടുത്തിട്ട് ഏതോ ഇന്ത്യൻ പത്രങ്ങൾ ഇങ്ങനെ ഒരു ഇതും ചെയ്തു. അത് ഇന്ത്യക്കാർക്കുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ നിലയിലുള്ള ഈ എന്താണ് നമ്മുടെ ഈ ഒരു കൂടുതൽ, അതായത് ഈ BJPക്ക് വിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അതിപ്പോൾ എല്ലാവരും ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് തിയറിറ്റീഷ്യന്മാർ ഒരുപാട് തിയറികൾ ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ നിരവധി നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു BJP വിരുദ്ധ പാർട്ടിയായി മാറുന്നോ മൂവ്മെൻ്റായി മാറുമെന്നോ ഒക്കെ ഉള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാരണം ടു ഏർലി ടു പ്രെഡിക്റ്റ്. പിന്നെ ഇതിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വലിയ ഒരു തരം ഓളം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും. പിന്നെ ഈ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ചില സെലിബ്രിറ്റികൾ ഇതിനെ എൻഡോഴ്സ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഒക്കെ വരുന്ന സാധനങ്ങൾ ചിലപ്പം പലപ്പോഴും കെയർ ചെയ്തു. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മൾ അവർ വളരെ കഷ്ടപ്പെട്ട് വളരെ ബാലൻസ് ചെയ്ത് ഇങ്ങനെയാണ് കുട്ടികൾ പറയുന്നത്. ദേ ഡോണ്ട് കെയർ. അവർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജി യാതൊരു താല്പര്യമില്ല. നിങ്ങളങ്ങനെ മറ്റേ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട്, അപ്പോൾ ഇവിടെ BJP, ഇവിടെ കോക്രോച്ച് പാർട്ടി, ഇവിടെ മറ്റേ ആത്മഹത്യ ചെയ്ത കുട്ടി, ഇവിടെ മറ്റേ റിവാലുവേഷൻ, ഇപ്പോൾ എല്ലാവരെയും കൂടെ ബാലൻസ് ചെയ്ത് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അവരുടെ റെസ്പോൺസ് അതാണ് ഞാൻ കണ്ടിടത്തോളം. ദേ ഡോണ്ട് കെയർ. നിങ്ങൾ അവരുടെ കൂടെ കൂടുന്നുണ്ടോ? ഇപ്പോൾ പ്രകാശ് രാജ് പോയതുപോലെ അവരുടെ കൂടെ ചെന്ന് നിങ്ങൾ സത്യാഗ്രഹം ഇരിക്കാനാണെങ്കിൽ സന്തോഷം. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ലോകത്തിൽ നിങ്ങൾ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ വെച്ച് അളന്ന് മട്ടത്രികോണമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ബി ഹാപ്പി വിത്ത് യുവർ മെഷർമെൻറ്റ്സ്. ഞങ്ങൾക്കതിന് താല്പര്യമില്ല. കാരണം അത്ര ഇറവറൻ്റ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്നുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളോട് ചിലപ്പോൾ അവർക്ക് ബഹുമാനം ഉണ്ടാവും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇപ്പോൾ ഈ മെസ്സ് ഉണ്ടാക്കിയ ആളോട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിൽ ബഹുമാനവും ഇല്ല. ക്രാസ് ലാംഗ്വേജിലാണ് അവർ. അപ്പോൾ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഫെയർ. അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ കുട്ടികളിലേക്ക് രാഷ്ട്രീയം വരാൻ വേണ്ടി പറ്റുമോ? ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ എൻവിസാജ് ചെയ്തിരുന്നത്. ഈ രാജ്യം 30 കോടി പട്ടിണിക്കാരായ മനുഷ്യരുടെ രാജ്യമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളൊരു ഫെയർ ആയിട്ടൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ റിസർവേഷൻ കൊണ്ടുവന്നിരുന്നു. നമ്മളൊരു പബ്ലിക് ഒരു സിവിൽ സർവീസ് കൊണ്ടുവന്നിരുന്നു. ഇതിൻ്റെ അകത്തു നിന്നും ഒരു രാജ്യത്തിന് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അന്ന് അവർ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ 75 വർഷത്തിന് ശേഷം എത്രത്തോളം ആ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചോദ്യം ഈ കുട്ടികളെ, ആ ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ. കോക്രോച്ച് ജനതാ പാർട്ടിയെ കൊണ്ട് രാഷ്ട്രീയം പറയിപ്പിക്കുക, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പിറകിൽ അവരൊരു അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർക്കൊപ്പം കൂടിയിരിക്കുന്ന കുട്ടികളോട് ഈ രാഷ്ട്രീയം ഇതെങ്ങോട്ടാണ്? നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ യാത്ര ചെയ്തതിൽ നിന്നും എല്ലാ രാജ്യങ്ങൾക്കും പറ്റിയ പോലെ നമുക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തിരിഞ്ഞാണോ നടക്കുന്നത് എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, തിരിഞ്ഞാണ് നടക്കുന്നത് എന്ന് അവർക്ക് ചിന്തിക്കാൻ കാരണമുണ്ട്. അപ്പോൾ അവരുടെ ആ ചിന്തയെ അതിനുള്ള വളം കൊടുക്കാനുള്ള പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ ഇതുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അവരോട് പറയാൻ പറ്റുമോ? അതാണ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം CJPയുടെ നേതാവ് പറഞ്ഞ കാര്യം വളരെ ഇതാണ്. കാരണം ഞങ്ങൾ 1-2 ദിവസം കൂടെ കൊടുക്കും പ്രധാനം രാജിവെക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവയ്പ്പിക്കാനായിട്ട്. അതല്ലെങ്കിൽ അടുത്ത നേഷൻ വൈഡ് ജൂലൈ 20 നടന്ന ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭത്തിനേക്കാൾ വലിയൊരു നേഷൻ വൈഡ് പ്രൊട്ടസ്റ്റിലേക്ക് ഞങ്ങൾ തയ്യാറെടുക്കും. അപ്പം അത് പറയുന്നത് പ്രധാനൻ്റെ രാജി എന്നല്ല, ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ രാജി എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇതെപ്പോഴും ആലോചിക്കുന്നത് ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ, ഈ വിദ്യാർത്ഥികളുടെ ഈ സമരത്തിൻ്റെയും ഈ പ്രതിഷേധത്തിൻ്റെയും ഒരു സിറ്റുവേഷൻ 1973 ഇതേപോലെയായിരുന്നു ഒരു സിറ്റുവേഷൻ. വിദ്യാർത്ഥികളുടെ സമരത്തിൽ നിന്നാണ്, അതായത് ഈ ഗുജറാത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിലെ മെസ് ഫീസ് കൂട്ടിയതിനെതിരായിട്ടുള്ള സമരമായിരുന്നു. ഗുജറാത്തിൽ നിന്ന് അത് ബീഹാറിലേക്ക് പോകുന്നു, എന്നിട്ടത് ഗുജറാത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചിമൻഭായ് പട്ടേലിനെ മാറ്റണമെന്ന് പറഞ്ഞ സമരമായി. ബീഹാറിലേക്ക് ചെല്ലുമ്പോൾ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ഒരു അബ്ദുൾ ഗഫൂർ ആയിരുന്നു, അദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞ നിലയിലായി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഇന്നത്തെ വിദ്യാർത്ഥി സമരത്തിനേക്കാൾ വലിയ തീക്ഷ്ണമായിരുന്നു. അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പോലീസ് വെടിവെപ്പിലും കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഒരു മൂർധന്യത്തിലാണ് അത്
പിന്നെ ഒരു മൊത്തം അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു ഇതിലേക്ക് എത്തുന്നതും ജയപ്രകാശ് നാരായണനെ വിദ്യാർത്ഥികൾ പോയി കാണും. ഇന്നത്തെ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാർ യാദവും കൂടെയാണ് ജയപ്രകാശ് നാരായണനെ ഈ ഇതിന് നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് സമാനമായ ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഇന്ത്യയിൽ BJP ഫേസ് ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് 10-30 വർഷം എടുത്തു എന്നുണ്ടെങ്കിൽ BJPക്ക് വളരെ ചുരുക്കിയ 15 വർഷത്തിനുള്ളിൽ BJPക്ക് അതുപോലുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുണ്ട്. കാരണം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രതീക്ഷകൾ മുഴുവൻ അവരുടെ കഴിഞ്ഞ 15 വർഷത്തെ ഭരണത്തിൽ ഒരെണ്ണം പോലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, അതിൻ്റെ വിക്ടിംസാണെന്ന് പറയുന്നത് ഈ കുട്ടികളാണ്. നമ്മൾ ജെൻസി എന്ന് വളരെ ഇതായിട്ട് പറയുന്ന ഈ ജെൻസികൾ ഒരു എന്താ പറയുന്ന തങ്ങളുടെ ഭാവി ഒട്ടും ശുഭകരമല്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന ഒരു ജനറേഷനാണ്. ഈ ജനറേഷൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ പറയേണ്ടത്. അവരതാ പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് അത് ചീഫ് ജസ്റ്റിസിൻ്റെ മാത്രം പ്രശ്നം. നമ്മൾ എനിക്കൊന്ന് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വിളിക്കുന്നത് അതൊരു മൈൻഡ് സെറ്റാണ്. അതായത് നമ്മൾ ഈ 75 വർഷം കൊണ്ട് സ്വതന്ത്രമായി തീർന്ന ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ഒരു കൂട്ടം എലീറ്റ് മനുഷ്യരുണ്ട്. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഈ പറയുന്ന പോലെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ജനാധിപത്യത്തിന് സാധ്യതകൾ ഉപയോഗിച്ച് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് മുമ്പോട്ട് വന്നതാണ്. അവരുടെ മെറിറ്റിൽ തന്നെ വന്ന ആളുകളാണ്. വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഈ മറ്റുള്ള മനുഷ്യരെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവരൊക്കെ കൊക്രോച്ചുകളായി. അവരവിടെ തന്നെ പിടിച്ചു. അതാണ് അവരുടെ ഒരു മിടുക്ക്. ആ ചർച്ച തന്നെയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസം ഉള്ളവരോ ഇല്ലാത്തവരോ ആയ മനുഷ്യർക്ക് അവർക്ക് ജീവിക്കണം. അവർക്ക് തൊഴിലെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് പറ്റുന്നില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ പ്രശ്നമാണ്, കുട്ടികളുടെ പ്രശ്നമല്ല എന്നുള്ള വളരെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ഗഹനവുമായിട്ടുള്ള രാഷ്ട്രീയമാണ് അവരെടുത്ത് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കൊക്രോച്ചുകളായത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല. വി ആർ എലൈവ്, വി ആർ ദെയർ, വി ആർ അവൈലബിൾ, ഗിവ് us ജോബ്. നമ്മൾ വലിയ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്ന് പറയുകയും ജോബ്ലെസ് ഗ്രോത്താണ് എന്ന് എക്കണോമിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് സാന്ദ്രതയിലാണ് അവർ കയറി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്സ് വിഷവേ ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദിക്കോ BJPക്കോ പറ്റില്ല. അവർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രധാനമോട് രാജിവെക്കാൻ വേണ്ടി പറയുക, അല്ല അദ്ദേഹത്തെ ആ മിനിസ്ട്രിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവർ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം. അവർ ആ ഗെയിമിൽ ഇനിയുള്ളതൊരു മൈൻഡ് ഗെയിമാണ്. ഇപ്പോൾ പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നേരത്തെ ഈ ദേശഭക്തി ഗ്യാങ് ഇറങ്ങും. സർക്കാരിനെ അട്ടിമറിക്കാനാണ് പരിപാടി എന്നുള്ളത്. കോൺഗ്രസ്സിനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ എടുത്ത് അവർ ചിലപ്പോൾ അൺസെറ്റിൽഡ് ആയി പോകും. കാരണം രാഷ്ട്രത്തെ അട്ടിമറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം പേടിയാണ്. ഈ കുട്ടികൾക്ക് ആ പേടി ഉണ്ടാകും എന്നുള്ള തോന്നൽ എനിക്കിപ്പോഴേ ഇല്ല. അവരെ ജയിലിൽ അടച്ചാലൊന്നും, കാരണം ഇതൊരു സിമ്മറിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് അത്ര എളുപ്പം അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP സംബന്ധിച്ചിടത്തോളം ഈസി കോഴ്സ് എന്നുള്ളത് പ്രധാനം മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അപ്പോഴും ഈ പ്രശ്നം അവിടെ കിടക്കുകയാണ്. ഇന്ത്യയിലെ മനുഷ്യർ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ നിരാശാഭരിതമായ ജീവിതത്തിന് സർക്കാരിന് എന്തോ ഒരു റോളുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. സിസ്റ്റത്തിനൊരു റോളുണ്ട് എന്ന്. അതുകൊണ്ടാണ് അവർ പോയി ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഇപ്പോൾ ഞങ്ങളുടെ പത്രത്തിൽ ഇന്നിപ്പോൾ വന്നൊരു വാർത്ത, ഞങ്ങളുടെ റിപ്പോർട്ടർ ഡൽഹിയിൽ റിപ്പോർട്ടർ എഴുതിയതാണ്. ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുട്ടികൾ അവിടെ വരികയാണ്. അവിടെ നോബഡി നോസ് എനിബഡി. അവർക്ക് അവിടെ വരുന്ന ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ല. അതേസമയം അവിടെ ഒരാളും അന്യരല്ല, എല്ലാവരും ഒരു കോസിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് മനുഷ്യാവസ്ഥയുടെ ഏറ്റവും നോബിളായിട്ടുള്ള ഒരു എലമെൻറ്റാണ് വി ഹാവ് എ പ്രോബ്ലം ആൻഡ് വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടുഗെദർ. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നത്തിൻ്റെ നമ്മൾ അപരിചിതരായിരിക്കും, പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നാണ്. ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ള അതിഗംഭീരമായ രാഷ്ട്രീയ പ്രസ്താവനകളാണ്. അതിൻ്റെ അവരെത്രത്തോളം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം അവരവിടെ ജന്തർ മന്ദിറിൽ നടക്കുന്ന അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ഫുഡ് അയച്ചു കൊടുക്കുന്ന, വെള്ളം അയച്ചു കൊടുക്കുന്ന മനുഷ്യരൊക്കെ ചെയ്യുന്നത് ഈ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്താവനകളാണ്. എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥ കാലത്ത് മുമ്പുള്ള ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റിനേക്കാൾ കൂടുതൽ. കാരണം അതൊരു ഫെൽറ്റ് നീഡാണ്, അവരുടെ ഫെൽറ്റ് ക്രൈസിസാണത്. അപ്പോൾ അത് വരുമ്പം അതൊരു വലിയ രാഷ്ട്രീയം കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ എളുപ്പം, കാരണം അത് റിയലാണ്, ദാറ്റ് ഈസ് ഫോർ റിയൽ. നമ്മളിപ്പോൾ രാജ്യസ്നേഹം അതല്ലെങ്കിൽ കാർഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി വിഷമാവസ്ഥയിൽ മാത്രം ഉപയോഗിക്കുന്ന ചില ടേംസ് ഉണ്ട്. ആ ടേംസ് വെച്ച് ഇതിനെ പിന്നെ മറികടക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് തൊഴിൽ വേണം, അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അച്ഛേദിൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഗുഡ് ഡേ ബിസ്ക്കറ്റുകൾ അവർ വിതരണം ചെയ്യണം, അച്ഛേദിനില വന്നു എന്നുള്ള പക്ഷേ പരിഹാസമാണ്. അതെ അതെ ഗുഡ് ഡേ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ഡേ എന്നുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇത്രയും കാലം നമ്മുടെ ആരും തളിക്കാത്ത ഇത് പോയില്ലേ. ഗുഡ് ഡേ എന്ന് പറയുന്നത് നരേന്ദ്രമോദി പണ്ട് നമുക്ക് ഓഫർ ചെയ്ത കാര്യമാണ്. അവർ ബിസ്ക്കറ്റ് ഇതെങ്കിലും നിന്ന് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് അവർ പരിഹസിക്കുകയാണ് ഈ ഗുഡ് ഡേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരേ സമയത്ത് നമ്മൾ മറന്നുകൂടാത്തൊരു കാര്യമാണ് ഇത്. ഈ വലിയ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഇതിനെ സപ്രസ് ചെയ്യാനുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപടികളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ, ഇപ്പോൾ ഇന്നലെ ഉദാഹരണത്തിന് ഡൽഹിയിലെ പല സ്ഥലങ്ങളും ഈ ബ്ലോക്കേഡ് ചെയ്യുക, അതെന്ന് പറഞ്ഞാൽ അത് ഈ ക്രൗഡ് കൺട്രോളിൻ്റെ ഒരു ലെവലിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ഈ വെറുതെ ഇരിക്കുകയല്ല, സ്റ്റേറ്റ് വന്നാൽ വേറൊരു നിലയിലേക്ക് ഇതിനെ ക്രഷ് ചെയ്യാനുള്ള ഒരു തരം തീരുമാനത്തിനും അവർ മടിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം കൂടെ ഇവിടെ നിലവിലുണ്ടെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. അത് അല്ല, തീർച്ചയായിട്ടും കാരണം അതിനുള്ള ശ്രമം. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നത് അവർക്ക് ഇത് റീഡ് ചെയ്യുന്ന കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിയിട്ടുണ്ട്. പാർലമെന്റിന്റെ വോളിന്റെ ഇപ്പുറത്തേക്ക് വരെ കുട്ടികൾക്ക് പോകാൻ വേണ്ടി പറ്റി. പ്രധാനമന്ത്രിയുടെ വീടിന്റെ അങ്ങോട്ട് രാഹുൽ ഗാന്ധിക്കായാലും ശരി പോകാൻ വേണ്ടി പറ്റി എന്നുള്ളത് ദേ ഡോണ്ട് ഹാവ് എ ക്ലിയർ ക്ലൂ അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതിനകത്ത് നമ്മളൊരു കാര്യം കൂടി നമ്മൾ കാണണം. ജൂലൈ 20 നടന്നത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റാത്ത തരത്തിലുള്ള, ഇപ്പോൾ സേതു പറഞ്ഞ ഒരു റിപ്രഷൻ, ആ മോഡിലേക്ക് സർക്കാർ മാറിയതാണ്. നമ്മൾ കാണേണ്ടത് 16, 17, 18 വയസ്സുള്ള കുട്ടികളെ പോലീസ് വേഷത്തിലുള്ള പോലീസ് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മനുഷ്യരും ചേർന്ന് ഭീകരമായിട്ട് തല്ലിച്ചതയ്ക്കുന്നതാണ്. കുട്ടികളുടെ നിലവിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ സിവിൽ സമൂഹം അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യം കൂടിയാണത്. അതിനെക്കുറിച്ചുള്ള കേസ് വന്നപ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പുതിയ ന്യായങ്ങളൊക്കെ വരുന്നത്, അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് വളരെ താല്പര്യമുള്ളൊരു കാര്യമല്ല. കുട്ടികൾക്കെതിരെ കേസെടുത്തിട്ടുള്ള കേസ് ഇപ്പോൾ 6 FIR മറ്റും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കുട്ടികളുടെ ഉത്തരവാദിത്വമുള്ള ഈ പുറത്ത് നിൽക്കുന്ന മനുഷ്യർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഡോക്യുമെൻ്റ് ചെയ്യാതിരുന്നാൽ ഈ ഭരണകൂടത്തിന് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നൂറുകണക്കിന് കുട്ടികളെ, ഇപ്പം പരിക്കേറ്റ ആശുപത്രിയിൽ പോയ ആളുകൾ മാത്രമല്ല, 2 കുട്ടികളെ കുറിച്ചിട്ട് വിവരമില്ല. നിന്ന് സബ്ജങ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവിടെ അഡ്മിറ്റ് ചെയ്ത 2 കുട്ടികളെ കുറിച്ചിട്ട് അവർക്കുള്ള ഒരു ഡോക്ടർ ടെലിവിഷനിലൊരു മലയാളി പെൺകുട്ടിയാണ്, ഡോക്ടർ ഐശ്വര്യ എന്ന് പറഞ്ഞു. അവർ ഇന്ന് ടെലിവിഷനിൽ ചാനലിൽ പറയുന്നുണ്ട് ഈ 2 കുട്ടികൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, അവരെ സ്ഥിതി എന്താണെന്ന് അവരന്വേഷിച്ചിട്ടും ഡോക്ടർമാരൊന്നും കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ അന്വേഷണ കമ്മീഷനുകൾ മാത്രമല്ല. ഇപ്പം പിന്നെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനുണ്ടായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം VM താർക്കുണ്ടയുടെ നേതൃത്വത്തിൽ കമ്മീഷനുണ്ടായി. നമ്മൾ അങ്ങനത്തെ ഒരു പീപ്പിൾസ് കമ്മീഷനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സിവിൽ സൊസൈറ്റി സംഘടനകളും ആലോചിക്കണം. ഇത് വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് നിർഭയമായി വന്ന് വർത്തമാനം പറയാനുള്ള അവർ എന്ത് തരത്തിലുള്ള മർദ്ദനമാണ് പോലീസിൻ്റെ അടുത്ത് നേരിട്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ, അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് നരേന്ദ്രമോദിയും അമിത്ഷായും അറിയാതെ ഇത് നടക്കാൻ വേണ്ടി പറ്റില്ല. ഇമ്മാതിരിയുള്ള കുട്ടികളെ തല്ലണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഡയറക്ഷൻ കിട്ടിയിട്ടേ അവർക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഈ നരേന്ദ്രമോദി, അമിത്ഷാ ഭരണകൂടത്തിൻ്റെ ലെഗസിയായിട്ട് അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം എന്നുള്ളത്, നമുക്ക് വളരെ ബഹുമാനരായ ജഡ്ജിമാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും റിട്ടയർ ചെയ്ത ആളുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അവർ സാധാരണഗതിയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ രൂക്ഷമായിട്ട് സംസാരിക്കാറുള്ള ആളുകളാണ്. അപ്പം ഇത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള നീക്കം നടന്നില്ല എങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇതങ്ങ് മറന്നുപോയാൽ, ഈ ജൂലൈ 20 റിപ്രഷൻ അങ്ങോട്ട് മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു വളമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. അതിൻ്റെ ലെജിറ്റിമസിയെക്കുറിച്ച് നമുക്കാർക്കും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ ലെജിറ്റിമസിയെക്കുറിച്ച് നമ്മൾ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷേ നിയമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി
ആ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള ശ്രമത്തെ അത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അത് ഈ കുട്ടികളോട് തന്നെയും അടുത്ത തലമുറയുടെയും അത് പറയേണ്ടതുണ്ട്. അത് കാരണം ഇറ്റ് കനോട്ട് ഗോ ഇൻ വെയിൻ. അതങ്ങനെ പാഴായി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുട്ടികളുടെ സഫറിങ് എന്നുള്ളത് നമ്മൾ കേട്ടതാണ്, കുട്ടികൾ നിലവിളിക്കുന്നത്. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് സർക്കാർ മസ്റ്റ് ബി മെയ്ഡ് അക്കൗണ്ടബിൾ. ഈ പരീക്ഷകളുടെ കാര്യത്തിൽ അവർ കാണിച്ച മര്യാദകേടുകൾ എങ്ങനെ അക്കൗണ്ടബിൾ ആകുമോ അങ്ങനെ തന്നെയാണ് ഈ കുട്ടികളെ അവർ മൃഗീയമായിട്ട് കൈകാര്യം ചെയ്തത്. അത് പോലീസിൻ്റെ യൂണിഫോമിൽ ഇല്ലാതെയും നെയിം പ്ലേറ്റ് ഇല്ലാതെയും ഉണ്ടായിട്ടും തലമുടി നീട്ടി വെള്ളത്തെ കഥാപാത്രങ്ങളും അതിവിചിത്രമായ ക്യാരക്ടേഴ്സ് വന്നിരുന്നു. അപ്പം ഇതിപ്പോൾ ഞാൻ സംശയിക്കുകയാണെങ്കിൽ പറയും ഈ ഗുണ്ടകളെ മുഴുവൻ ഇവർ തന്നെ റിക്രൂട്ട് ചെയ്തതാണ്. കുറേ പേരെ പോലീസിലേക്കും വിട്ടു, കുറേ പേരെ ഈ പ്രക്ഷോഭകരുടെ കൂടെയും വിട്ടു. അവരായിരിക്കും ചിലപ്പോൾ ഈ പോലീസ് വണ്ടി തല്ലി തകർത്തായിട്ട് നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം നടത്തുക. അത് എത്രത്തോളം നടത്തുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കുട്ടികളെ ഭീകരമായി മർദ്ദിച്ചത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്.